ഹായ് മക്കളെ, നമ്മളിന്ന് മൂന്നാമത്തെ ചാപ്റ്ററിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൺസെപ്റ്റുള്ള വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. അതിനകത്ത് ആപ്പാട് ഒരൊറ്റ കൺസെപ്റ്റേ ഉള്ളൂ, പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു ഫേവറബിൾ ഡിവൈഡ് ബൈ ടോട്ടൽ. അപ്പൊ അതങ്ങനെ ഒരുപാട് പറയാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിന്റെ പ്രോബ്ലംസിലേക്ക് കടക്കുകയാണ്. ആദ്യം 2021 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ പാർട്ടിൽ തന്നെ 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സർക്കിൾ, ഇതൊരു 120 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇത് ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻ. അവർ ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് എ പ്രോബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ടു ബി വിത്തിൻ ദി അൺഷെയ്ഡ് പാർട്ട്. കണ്ണടച്ചുകൊണ്ട് ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ ആ കുത്ത് ഇവിടെ വീഴാനുള്ള പ്രോബിലിറ്റി എത്രയാണ്, അതിന്റെ ബി പാർട്ട് ഇവിടെ വീഴാനുള്ള പ്രോബിലിറ്റി എത്രയാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ റേഡിയസ് ഒക്കെ വെച്ചിട്ട് 6 കൊടുത്ത് അങ്ങനെ ചെയ്യാം. പക്ഷെ 2 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഒരുപാട് സ്റ്റെപ്പുകളൊന്നും വേണ്ട. നമ്മൾ ഈ പടത്തിന് ഇങ്ങനെയും കൂടി വരച്ചു കഴിഞ്ഞാൽ ഇത് 120, ഇത് 120, ഇത് 120. സോ 120, 120, 120 ഉള്ള 3 പോർഷൻസ് ആയിട്ട് നമുക്ക് ഈ പടത്തിന് തിരിക്കാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ എന്ന് പറയുന്നത്, ടോട്ടൽ പോർഷൻസ് എന്ന് പറയുന്ന ആള് 3 പാർട്സ് ആണ്. ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്? 120 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ള 3 സെക്ടറാണ് നമ്മുടെ വന്നിരിക്കുന്നത്. അതിനകത്ത് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് 2 എണ്ണത്തിലും, ഷെയ്ഡ് ചെയ്യാത്തത് 1 എണ്ണത്തിലുമാണ്. സോ പ്രോബിലിറ്റി ഓഫ് പുട്ട് എ ഡോട്ട് ഇൻ ഷെയ്ഡഡ് പോർഷൻ, ഷെയ്ഡ് ചെയ്തിരിക്കുന്നതിനകത്ത് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ടോട്ടൽ 3 ആണ്. എത്ര പോർഷനാണ് ഷെയ്ഡ് ഉള്ള? 2 പോർഷൻ. അപ്പൊ 2/3. പ്രോബിലിറ്റി ഓഫ് നോൺ ഷെയ്ഡ് പോർഷൻ, ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻ, അതിനകത്തുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ 3 ആണ്. എത്ര പോർഷനാണ് ഷെയ്ഡ് ചെയ്യാത്തത്? 1 പോർഷനാണ് ഷെയ്ഡ് ചെയ്യാത്തത്. അപ്പോ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. റേഡിയസിലേക്കോ ഇക്വേഷനിലേക്കോ ഒന്നും പോകേണ്ട കാര്യം ഇല്ല. അടുത്തത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എ ബോക്സ് കണ്ടെയ്ൻ 4 സ്ലിപ്സ് നമ്പേർഡ് 1, 2, 3, 4. അപ്പൊ നമുക്കൊരു ബോക്സ് വരയ്ക്കാം. 1, 2, 3, 4. ആൻഡ് അനദർ കണ്ടെയ്ൻ 5 സ്ലിപ്സ് നമ്പേർഡ് 1 to 5. അടുത്തൊരു ബോക്സ് ഉണ്ട്, അതിനകത്ത് 1, 2, 3, 4, 5. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി ഡിഫറെന്റ് വേസ് വി ക്യാൻ ചൂസ് ദി സ്ലിപ്പ്. ഇവിടെ നിന്ന് നമുക്ക് എത്ര രീതിയിൽ ഈ സ്ലിപ്പുകളെ സെലക്ട് ചെയ്യാം. അതായത് ഇവിടെ നിന്ന് 1 എടുത്താൽ അവിടെ നിന്ന് 1 എടുക്കാം, ഇവിടെ നിന്ന് എടുത്താൽ ഇവിടെ നിന്ന് 2 എടുക്കാം. അങ്ങനെ എത്ര രീതിയിൽ നമുക്ക് ഇവരെ സെലക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ നോക്കണ്ട, ഇവിടെ മൊത്തം 4 പേരുണ്ട്, ഇവിടെ മൊത്തം 5 പേരുണ്ട്. സോ ടോട്ടൽ പേഴ്സ് ഇസ് ഈക്വൽ ടു ഈ 4 തന്നെ ഗുണിക്കുക, 4 × 5 20. സോ 20 രീതിയിൽ നമുക്ക് ഇവരെ എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് നമ്പർ ബീങ് ഓഡ്. 2 നമ്പറുകളും എന്താവാം? ഓടാണ്. സോ നമുക്ക് നോക്കാം, ഇവിടെ 1, 3 2 നമ്പറുകൾ ഓടുണ്ട്, ഇവിടെ 1, 3, 5 3 നമ്പറുകളുണ്ട്. സോ 2 × 3 6 ബേസിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഓഡ് നമ്പേഴ്സിന് സെലക്ട് ചെയ്യാൻ പറ്റും. സോ പ്രോബിലിറ്റി ഓഫ് ഓഡ് പേഴ്സ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 6/20. അടുത്തത് ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ പ്രോബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ബീങ് സെയിം. അതായത് ഇവിടെ നിന്ന് 1 വന്നാൽ ഇവിടെ നിന്ന് ആര് തന്നെ വരണം? 1 തന്നെ വരണം. സോ 1,1 വരണം. 2 വന്നാൽ ആര് തന്നെ വരണം? 2,2. 3 വന്നാൽ 3,3. 4 വന്നാൽ 4,4. 5 വരാൻ ഇവിടെ 5 ഉണ്ടാകില്ല. അപ്പൊ എവിടെ വരെ വരത്തുള്ളൂ? 4,4 വരത്തുള്ളൂ. അങ്ങനെ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. സോ പ്രോബിലിറ്റി ഓഫ് ബോത്ത് നമ്പർ ബീങ് സെയിം, ബോത്ത് നമ്പേഴ്സ് ആർ സെയിം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4/20. അപ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് മസ്റ്റ് ആയിട്ട് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ഇതിപ്പോ നിങ്ങൾക്ക് 2 നമ്പർ തന്നു, ഇത് ഇങ്ങനെ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം 10A 10A ഇങ്ങനെ 20 ആൺകുട്ടികളുണ്ട്, 20 ബോയ്സ് ഉണ്ട്, 30 ഗേൾസ് ഉണ്ട്. 10B 30 ഗേൾസ് ഉണ്ട്, 20 ബോയ്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ കറുത്ത മുത്തും വെളുത്ത മുത്തും ചോദിക്കാം, കറുത്ത വന്നും വെളുത്ത വന്നും ചോദിക്കാം. സെയിം വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ അറിയാൻ വയ്യെങ്കിൽ ഇങ്ങനൊരു ബോക്സ് വരച്ച് ഈ കാണിച്ചിരുന്ന കുറച്ച് നമ്പറൊക്കെ എഴുതി കുറച്ച് ടോട്ടൽ പേർ എന്തെങ്കിലും ഒന്ന് കാണിച്ചു വെച്ചേക്കണം. ഒന്നും ചെയ്യാണ്ട് ഈ ക്വസ്റ്റ്യൻ വിടരുത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോ 4 × 2 6 മാർക്കിനാണ് 2023 ഈ ചാപ്റ്ററിന് ചോദിച്ചത്. ഈ ക്വസ്റ്റ്യൻ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അടുത്ത 2024 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വീഡിയോ ആണ് അടുത്ത് ചെയ്യുന്നത്.